ഉക്രൈനിലെ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 18% തീരുവ കുറയ്ക്കുകയാണെന്ന് മിസ്റ്റർ ട്രംപ് പറഞ്ഞു. ഇന്ത്യയുടെ മേലുള്ള പരസ്പര തീരുവ 25% നിന്ന് 18% കുറയ്ക്കുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രഖ്യാപനങ്ങൾ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വലിയ ആശ്വാസമാണ്. കൂടാതെ ഒരു വർഷത്തെ കടുത്ത സംഘർഷങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടു വരികയാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച പാർലമെന്റിന്റെ സഭകളിൽ തുടരും. മോദി സർക്കാർ പാർലമെന്റിനെ വിശ്വാസത്തിലെടുക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ യുഎസ് വ്യാപാര കരാറുകളുടെ പാഠം ഇരുസഭകളുടെയും മേശപ്പുറത്തു വയ്ക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 16ാം ധനകാര്യ കമ്മീഷന്റെ ലംബവിതരണ പദ്ധതി പ്രകാരം 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂട്ടായി ഉയർന്ന വിഹിതം നൽകിയിട്ടുണ്ടെങ്കിലും തമിഴ്നാടിന്റെ വിഹിതത്തിൽ നേരിയ വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 15ാം എഫ്സിയിൽ 4.079% തമിഴ്നാടിന്റെ വിഹിതം ഇപ്പോൾ 4.097% ആയി ഉയർന്നു. ഇത് 0.44% വർധനവിന്റെ നിരക്കാണ്.